ഹിന്ദു വോട്ടുകൾ പിടിക്കാനായി CPM അയ്യപ്പ സംഗമം നടത്തുന്നു എന്നായിരുന്നു പല വിമർശനങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ അതിന് ബദലായി ന്യൂനപക്ഷ സംഗമം വരുന്നുണ്ടല്ലോ, അത് വിജയിക്കുമോ? രണ്ട് സംഗമങ്ങളും വിജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. വിജയിക്കാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല, സർക്കാരിനത് പലവിധ തിരിച്ചടികൾക്കും കാരണമാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ അയ്യപ്പ സംഗമം നിശ്ചയിച്ചു. അപ്പോൾ 22-ാം തീയതി അതിന് ബദൽ സംഗമം നടക്കുകയാണ്. അയ്യപ്പ സംഗമം നടത്തുന്നതിൽ എത്രയോ കൂടുതൽ ആൾക്കാർ, അതാണ്ട് അവർ രാവിലെ ഒരു വിശ്വാസം, വികസനം, സുരക്ഷ എന്ന് പറഞ്ഞിട്ടൊരു സെമിനാർ നടത്തുകയാണ്. അപ്പോൾ അത് 2000 പേര് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതിന് പുറമെ ഉച്ചയ്ക്ക് ശേഷം വലിയ ഒരു ആൾക്കൂട്ടം, 15,000-ത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംഗമമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് സർക്കാർ എന്താണോ നടത്തുന്നത് അതിനെ കവച്ചു വയ്ക്കുന്ന വിധത്തിലുള്ള ഒരു സംഗമം നടത്താനായിട്ട് ഹിന്ദു ഐക്യവേദിയുടെയും മറ്റു നേതൃത്വത്തിൽ മറ്റൊരു സംഗമം വരികയാണ്. അപ്പോൾ ഇത് സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അതിന് ബദലായ ചില കാര്യങ്ങളായിരിക്കും വരിക എന്നുള്ളത്. അല്ല, അങ്ങനെ പറയുമ്പോഴും ഈ NSSും SNDP എല്ലാം BJPയെയും സംഘപരിവാറിനെ ഞെട്ടിച്ചുകൊണ്ട് പിണറായി സർക്കാരിന് പിന്തുണ നൽകുന്ന ഒരു കാഴ്ച നാം കണ്ടിരുന്നല്ലോ. അല്ല, അത് അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ പലതുണ്ട്. സർക്കാരുമായി ഒത്തു നിൽക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പം ചില കാര്യങ്ങളിൽ അവരങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൂർണ്ണമായും സർക്കാരിനെ അടിയറവ് വെച്ചു എന്നുള്ള അർത്ഥവും വരുന്നില്ല. അതിനിടയ്ക്ക് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്, വിശ്വാസത്തെ തകർക്കുന്ന എന്ത് ചെയ്താലും ഞങ്ങളതിനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളൊക്കെ കൈവശമുള്ള SNDPക്കും NSSനും ഒക്കെ പൂർണ്ണമായും സർക്കാരിനെ അങ്ങനെ പിണക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു അടവ് നയം പോലെയാണ് അവരത് എടുത്തിട്ടുള്ളത്. എന്തായാലും NSSലെയും SNDPയിലെയും ഉൾപ്പെടെയുള്ള വിശ്വാസികൾ ഈ 22-ാം തീയതി നടക്കുന്ന സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് ആ സംഗമം സംഘടിപ്പിക്കുന്നവരുടെ ഭാരവാഹികൾ പറയുന്നത്. അപ്പോൾ നേതാക്കൾ കുറച്ചുപേർ അവിടെ പോയാലും അണികളിൽ ഭൂരിഭാഗവും പങ്കെടുക്കുന്നത് രണ്ടാമത്തെ സംഗമത്തിലായിരിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു വ്യാഖ്യാനം. ഇതുതന്നെയാണ് ന്യൂനപക്ഷ സംഗമത്തിനും വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ന്യൂനപക്ഷ സംഗമം എന്നുള്ള വാക്ക് തന്നെ സർക്കാർ പിൻവലിച്ചു. കാരണം ന്യൂനപക്ഷ സംഗമം ഒരു സർക്കാർ നടത്തിയാൽ അത് മിക്കവാറും കോടതിയിൽ പോയാൽ അത് ചില പ്രശ്നങ്ങളുണ്ടാകും. അതൊരു വർഗീയമായി ചിന്തിക്കുന്നതായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം അയ്യപ്പ സംഗമത്തിനൊരു ഗുണമുണ്ട്. കാരണം അത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്, ദേവസ്വം ബോർഡാണ് നടത്തുന്നത്, അയ്യപ്പൻ ദേവസ്വം ബോർഡിൻ്റെ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അതിനകത്ത് നിൽക്കാം. പക്ഷേ ന്യൂനപക്ഷ സംഗമത്തിൽ ആ ഒരു കാര്യം പറയാനൊക്കെ ഇല്ല. അത് പച്ചയായിട്ട് അങ്ങനെ പറയുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ന്യൂനപക്ഷ സംഗമമല്ല, അതൊരു സെമിനാറാക്കി മാറ്റാനുള്ള, അതായത് പല സെമിനാറുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി, പല വകുപ്പുകൾ സെമിനാറുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നതെന്ന് പറയുന്നു. പക്ഷെ എന്നാൽ പോലും ഇതിലും തിരിച്ചടികൾക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് പല ന്യൂനപക്ഷ സംഘടനകളും ഇപ്പോൾ ആലോചിച്ചു വരുന്നത്. സർക്കാർ അവരോട് കാണിച്ചിരിക്കുന്ന അവഗണന, ന്യൂനപക്ഷങ്ങളോട് കാണിച്ചിരിക്കുന്ന അവഗണന കൂടി ചൂണ്ടിക്കാണിക്കാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തും. അവരിനി സംഗമമാണോ അതോ ഇനി സമ്മേളനമാണോ അതോ ഇനി പ്രചരണമാണോ എന്താണെന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഇത് ഇത്തരത്തിലൊരു നീക്കമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, തങ്ങൾക്ക് പറ്റിയ ചില അമളികൾ എതിർകക്ഷികൾക്ക് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടി ഇട്ട് കൊടുക്കുന്നതായി മാറും എന്നുള്ളതാണ് സത്യം. അല്ല, പക്ഷെ അതാണ് UDFനായാലും BJPക്കായാലും ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. അതൊരു CPMനെ സംബന്ധിച്ച് ഒരു ഗുണമല്ലേ? കാരണം SNDP അടക്കമുള്ള NS അടക്കമുള്ളവർ വലിയ പിന്തുണ നൽകുമ്പോൾ അവർക്ക് സ്വാഭാവികമായി പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ. കാരണം ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം കാലം, അത് സർക്കാരിൻ്റെ കീഴിൽ നിൽക്കുന്നിടത്തോളം കാലം ദേവസ്വത്തിൻ്റെ ചില പരിപാടികൾക്ക് സർക്കാരിന് അവകാശമുണ്ട്. സർക്കാരിനല്ല, ദേവസ്വം ബോർഡിന് അവകാശമുണ്ട്. സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ബോർഡായതുകൊണ്ട് സർക്കാരിലെ പ്രതിനിധികളും അതിനകത്ത് പങ്കെടുക്കും എന്നുള്ള രീതിയിൽ അതിനെ പൂർണ്ണമായിട്ടും എതിർക്കാൻ ഇപ്പോൾ കോടതി പോലും കുറേ നിബന്ധനകൾ വെച്ചു എന്നല്ലാതെ അങ്ങനെ ഒരു പരിപാടി നടത്തരുത് എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടില്ല. കാരണം അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് എന്നൊരു സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം കാലം സർക്കാരിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെയ്ത തെറ്റുകൾ തിരുത്തണമെന്നും മാപ്പ് പറയണമെന്നൊക്കെ ഉള്ളത് കവിഞ്ഞ് മറ്റൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ പറയാത്തത്. പക്ഷേ ഇത് തുറന്നു കൊടുക്കുന്നത് ഒരു വലിയ അവസരമാണ് എന്നുള്ളതാണ്. BJPക്കായാലും കോൺഗ്രസിനായാലും ഈ സർക്കാർ ഭൂരിപക്ഷങ്ങളോടായാലും ന്യൂനപക്ഷങ്ങളോടായാലും കാണിച്ചിരിക്കുന്ന ഒരുപാട് അവഗണനകളുണ്ട്, അവസരവാദപരമായ സമീപനങ്ങളുണ്ട്. അത് തുറന്നു കാട്ടാൻ ഞങ്ങൾക്ക് അവസരം കിട്ടുമെന്നാണ് അവരെല്ലാവരും പറയുന്നത്. കോൺഗ്രസും ഇപ്പം ലീഗും ഉൾപ്പെടെയുള്ളവർ അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ന്യൂനപക്ഷ സംഗമം വരുമ്പോൾ എത്ര ശക്തമായിട്ട് നമുക്ക് തിരിച്ചടിക്കാൻ കഴിയും സർക്കാരിനെതിരെ. ഇത് സർക്കാരിന് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയും. കാരണം അവർ പുറത്തു നിൽക്കുകയാണ്. പിന്നെ അവരുടെ കീഴിൽ ഇത്തരം മതവിശ്വാസ സംഘടനകളുണ്ട്, അവരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും.
അപ്പോൾ ഇത് സർക്കാരിന് അത്ര ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ് എടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു അയഞ്ഞ സമീപനം ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയില്ല. പക്ഷേ പുറത്തു നിൽക്കുന്ന കക്ഷികൾക്ക്, അവരുടെ ഉപസംഘടനകൾക്കൊക്കെ വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാനും ചിലപ്പം ഇച്ചിരി വർഗീയമായിട്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും അവർക്ക് കഴിയുന്നിരിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ UDF വലിയ രീതിയിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ന്യൂനപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ വോട്ട് പിടിക്കാനായി BJP ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് പാർട്ടികളുടെയും നീക്കത്തിൽ ഭയപ്പെട്ടത് കൊണ്ടായിരിക്കുമോ ഇത്തരമൊരു നീക്കം? വളരെ ഇത് മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2024 സർക്കാരിന് ഒരു കാര്യം ബോധ്യമായി, തങ്ങളുടെ പക്കലിരുന്ന ഭൂരിപക്ഷ വോട്ടുകൾ പോയി, ന്യൂനപക്ഷ വോട്ടുകൾ അതിനു മുമ്പേ പോയി എന്നുള്ളത് വ്യക്തമായി. അതുകൊണ്ടാണ് ഓരോ മണ്ഡലത്തിലും അവർക്ക്, കണ്ണൂർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷം കോൺഗ്രസിനൊക്കെ ലഭിക്കുന്നത്. കോൺഗ്രസ്സിൽ കാസർഗോഡ് അടക്കം അവിടെയൊക്കെ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു നേരിയ വിജയമുണ്ടാകാം, അതിനുവേണ്ടി പ്രവർത്തിക്കാമെന്നൊക്കെയാണ് കണ്ണൂരൊക്കെ സുധാകരനൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ലക്ഷങ്ങളുടെ വോട്ടല്ലേ, 1.5 ലക്ഷത്തിനടുപ്പിച്ചല്ലേ വോട്ട് ഭൂരിപക്ഷം വരുന്നത്. അപ്പം അവരെ തന്നെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ വോട്ട് കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മാറുക എന്ന് പറയുന്നത് സർക്കാരിനെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. എന്തിന് ധർമ്മടത്ത് വരെ വോട്ട് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം, അത് BJPക്ക് എത്രത്തോളം വളർച്ച അവിടെ ഉണ്ടായി എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ സർക്കാരിനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതെ, അത് അവരൊക്കെ പ്രതീക്ഷിക്കാത്ത അത്ര ഭൂരിപക്ഷം അവർക്ക് നേടി. അതുമാത്രമല്ല, പാലക്കാട് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും അവരൊക്കെ അറ്റപ്പറ്റ ജയിക്കോ എന്ന് സംശയിച്ചിരുന്ന സ്ഥലങ്ങളിൽ പോലും വലിയ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള സർക്കാരിന്റെ മണ്ണ് ചോർന്നുപോയി. ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും പിന്തുണ സർക്കാരിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത്. അതിന് പുറമെ ആന്റി ഇൻകംബൻസി. അപ്പോൾ ഈ സംഗമങ്ങളെല്ലാം ആത്യന്തികമായി ജനങ്ങളുടെ ഓർമ്മശക്തിയെ ഒന്ന് മറയ്ക്കാനും കണ്ണിൽ പൊടിയിടാനും കൂടെയാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആന്റി ഇൻകംബൻസിയാണ്. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ പ്രതിഫലിച്ചാൽ, അല്ലെങ്കിൽ പ്രതിപക്ഷം അത് മുന്നോട്ട് കൊണ്ടുവന്നാൽ വലിയ പ്രശ്നമാകും. അതിനേക്കാൾ കുറവേ വരുള്ളൂ. എന്തായാലും ഞങ്ങളും ഭൂരിപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്നു, അവരും നിലകൊള്ളുന്നു എന്ന രീതിയിൽ ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നത് എന്തായാലും ഗവൺമെന്റിന് കുറച്ച് നേട്ടമാകും എന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും ചിന്ത. അപ്പോൾ ഈ സാഹചര്യത്തിൽ അപ്പോൾ സാറ് പറയുന്നത് വരുന്ന ഈ 2 തെരഞ്ഞെടുപ്പിലും ഒരു ഗുണമില്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ഗുണമില്ലെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടണമെങ്കിൽ ആന്റി ഇൻകംബൻസിയെ കവർ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ 2 സംഗമങ്ങളിലും മുഖ്യ ചർച്ചയായി വരികയും ആന്റി ഇൻകംബൻസിയിൽ വരുന്ന വിഷയങ്ങൾ പൂർണ്ണമായി മുങ്ങിപ്പോവുകയും ചെയ്താൽ സ്വല്പം ഗുണം. ഇനി അപ്പോൾ കേരളം കാത്തിരിക്കുന്നത് ഒരു മതരാഷ്ട്രീയമാണോ? മതവും ജാതി ഏറ്റവും വലിയ ഭീകരത അതാണ് വരാനിരിക്കുന്നത്. ഇപ്പോൾ പണ്ട് നമ്മൾ NDP, SRP എന്നൊക്കെ പറഞ്ഞ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മരിച്ചുപോയി. ഇനി അത്തരം സംഘടനകൾക്കും കൂടെ സാധ്യതകൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സംഘടനകൾക്ക് സാധ്യത നൽകുന്നതാണ് ഇത്തരം ഒരു നീക്കം. ഇതൊരു പക്ഷേ കേരളത്തെ രാഷ്ട്രീയ ഭ്രാന്താലയമാക്കി പുതിയൊരു വിവേകാനന്ദൻ വീക്ഷിക്കുമോ എന്നുള്ളത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഹിന്ദു സമ്മേളനം, മുസ്ലിം സമ്മേളനം അല്ല. അത് മാത്രമല്ല, ഹിന്ദുക്കളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, മുസ്ലിങ്ങളിൽ പല വിഭാഗങ്ങളുണ്ട്, ക്രിസ്ത്യാനികളിൽ പല വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്ന് ഇതെല്ലാം വ്യക്തിഗത ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓരോന്നിനും നേതാക്കൾ വരിക. അങ്ങനെ കേരളം വീണ്ടും ഒരു രാഷ്ട്രീയ ഭ്രാന്താലയമായിട്ട്, ഒരു മതചിന്തയുടെ രാഷ്ട്രീയ ഭ്രാന്താലയമായിട്ട് മാറാൻ ഇതൊക്കെ വഴിതെളിക്കും. ഇത് ഇടതുപക്ഷ സംഘടനകൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ, പണ്ടേ കമ്മ്യൂണിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അത് പുറത്തു വന്ന് വ്യക്തമായിട്ട് അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് മാത്രമല്ല, ഈ വോട്ടിൻ്റെ എണ്ണത്തിൽ പോലും അത് ഗുണം ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.